ഇപ്പോഴത്തെ ഒരു കോവിഡ് സിറ്റുവേഷൻ വെച്ചിട്ട് പലവരുടെ ജോബ്സും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ വളരെ ഡള്ളായിട്ടുള്ളൊരു എക്കണോമിക് സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൈസ ഉണ്ടാക്കാനുള്ള 8 ബെസ്റ്റ് വേസിനെ കുറിച്ചായിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴി എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പലർക്കും അറിഞ്ഞൂടാ അത് എന്താ സംഭവം. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, സച്ച് ആസ് മീഷോ, പിന്നെ ഷോപ്പിഫൈ, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. നോർമലി ഓൺലൈൻ സെല്ലിങ്ങിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മളൊരു രജിസ്റ്റേർഡ് സെല്ലർ ആയിരിക്കണം, നമ്മൾ ബിസിനസ് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ത്രൂ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ത്രൂ ഓൺലൈൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ GSTയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മീഷോയും ഷോപ്പിഫൈ ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ ഓൺലൈൻ സെല്ലിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി തരുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഈ പറഞ്ഞ മീഷോയും ഷോപ്പിഫൈയും ഒക്കെ. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് ഓണർ ആവണമെന്നില്ല, നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻവെന്ററി വേണം, നമുക്ക് സ്റ്റോക്ക് വേണം, നമുക്ക് കുറേ അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. പക്ഷേ ഇതുപോലത്തെ ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഓൺലൈൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൊക്യൂർമെന്റ് ഒക്കെ ചെയ്യുന്നത് മീഷോയും ഷോപ്പിഫൈയും ഒക്കെ ആയിരിക്കും. വേറെ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ വഴി മാർക്കറ്റ് ചെയ്ത് നമ്മൾ വഴി സെയിൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടും. സോ അതാണ് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കസ്റ്റമറിന് ഒപ്പിച്ചു കൊടുക്കുക, പാക്കിങ്, ഷിപ്പിംഗ് എല്ലാം അവർ തന്നെ ചെയ്തോളും, നമ്മൾക്ക് യാതൊരു ഹെഡ് ഏക്സും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഒരു സ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്യൂട്ടറിംഗ് ആണ്. നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെയധികം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ തന്നെ വളരെ ഫോക്കസ്ഡ് ആണ് അവരുടെ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനെ പറ്റി. അപ്പോൾ ഇതുപോലെ ട്യൂട്ടറിംഗ് സർവീസസ് അല്ലെങ്കിൽ ട്യൂഷൻ സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ട്യൂട്ടറിംഗ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബൈജൂസ് ആപ്പ് അതുപോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഉഡ്മി, സ്കിൽ ഷെയർ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ഓരോ ഓൺലൈൻ കോഴ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യൂ. ഇതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റി സ്റ്റോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നല്ലൊരു വെൽത്ത് അപ്രിസിയേഷൻ തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ബാങ്ക് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് തരുന്നതെന്ന്. അപ്പോൾ ബാങ്കിൽ മാത്രം നമ്മളൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സും അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോങ് ടേമിലേക്ക് നല്ല ഗ്രോത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ലാർജ് ക്യാപ് സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ഷനെ പറ്റി ഒരു വലിയൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ലോങ് ടേമിലേക്ക് ഒരു SIP ചെയ്തോളൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് SIP എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുക. പിന്നെ വരുന്നതാണ് പ്രൂഫ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്റിന്റെ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ജോബാണ് പ്രൂഫ് റീഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർലി ഒരു പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. fiver.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൂഫ് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിവറിൽ കയറി നോക്കിയാൽ കാണാം മിനിമം ചാർജ് ചെയ്യുന്നത് 390 rupees, അങ്ങനത്തെ ആ റേഞ്ചിലാണ്. ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ 100 വേർഡ്സ് അല്ലെങ്കിൽ 500 വേർഡ്സിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് 390 മുതലാണ്. നമുക്ക് ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്ലെയർ നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൂഫ് റീഡിങ് ചെയ്ത് നല്ലൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം. പിന്നെ പ്രൂഫ് റീഡിംഗ് പോലെ വരുന്ന ഒരു ഓപ്ഷനാണ് ട്രാൻസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അതൊരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. rev.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവരൊക്കെ ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ്സ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ട്രാൻസ്ക്രൈബിംഗ് ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പ്രൂഫ് റീഡിംഗ്, ട്രാൻസ്ക്രൈബിംഗ് മാത്രമല്ല fiver.com-ലും rev.com-ലും പല ജോബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സ്കിൽ ഉണ്ടെങ്കിൽ, സജാസ് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, അഡോബി പ്രീമിയർ പ്രോയിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ
സൗണ്ട് എഡിറ്റിംഗിൽ സ്കില്ലുണ്ടെങ്കിൽ, പിന്നെ ഫോട്ടോഷോപ്പിൽ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർവീസസ് ഒക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സർവീസ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഹയർ ചെയ്യും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സെല്ലിംഗ് ഇൻ OLX. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇൻകം ജനറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മേഖലകളാണ്. അപ്പോൾ ഇതൊക്കെ 100% പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ OLX എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ടൂള് തന്നെയാണ്, ഒരു പവർഫുൾ ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഞാൻ പേഴ്സണലി OLXൽ നിന്ന് കുറേ അധികം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോർമലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരിട്ടേക്കുന്ന ഫോട്ടോസും ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഹയർ റേറ്റിന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാർജിനിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് തന്നെയാണ്. വലിയൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ OLXലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ആണ്. നമുക്കൊന്നില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് ആണെങ്കിലും നമുക്ക് OLX വഴി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് റെൻ്റൽ പ്രോപ്പർട്ടീസ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് OLX. എനിക്ക് പേഴ്സണലി അറിയാവുന്ന 3-4 പേര് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് OLX വഴി. OLX മാത്രമല്ല Airbnb എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കൊരു ഒഴിഞ്ഞ മുറി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ മുറി തന്നെ വേണമെങ്കിൽ Airbnbയിലും OLXലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. പിന്നെ വരുന്ന എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് നിങ്ങൾ കാണുന്നത് തന്നെ യൂട്യൂബിലൂടെയാണ്. ഇപ്പോൾ അങ്ങനെ മിനിമം ഒരു 10,000 റുപ്പീസിന്റെ ഫോൺ ആണെങ്കിൽ തന്നെ അതിന്റെ ഫ്രണ്ട് ക്യാമറ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറ തന്നെ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ എൻ്റെ റെഡ്മി ഫോണിലൂടെയാണ്. യൂട്യൂബ് ആർക്കും വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നിങ്ങൾക്ക് പ്രസന്റേഷനിൽ നല്ലൊരു സ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബ് തുടങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാം വെച്ചിട്ട് ഒരു ലൂക്രേറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടി തുടങ്ങുന്നത് 4,000 വാച്ച് അവേഴ്സും പിന്നെ 1,000 സബ്സ്ക്രൈബേഴ്സും വേണം. അതാണ് യൂട്യൂബിൻ്റെ റിക്വയർമെൻറ്റ്. സോ അത് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ അറൌണ്ട് 552 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ജസ്റ്റ് ബിലോ 1,000 വാച്ച് അവേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് എൻ്റെ 85% ഓഫ് വാച്ച് ടൈം ജനറേറ്റ് ചെയ്യുന്നത് അൺസബ്സ്ക്രൈബ്ഡ് ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ അടിപൊളി കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഗ്രോയിങ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.